നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ്. കണ്ണൂരിലാണ് വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ മഴ സംഹാര താണ്ഡവമാടുകയാണ്. ബാവലി പുഴ കരകവിഞ്ഞു. പ്രദേശം മുഴുവൻ ഇപ്പോൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. ആറളം പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിട്ടി, ആറളം, കൊട്ടിയൂർ മേഖലകളിൽ ബുധനാഴ്ച പുലർച്ചെ വരെയും കനത്ത മഴയായിരുന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ ആറളം പാലപ്പുഴ പാലത്തിൽ വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അതിശക്തമായ കാറ്റും പ്രദേശത്ത് ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിലും വലിയ നാശമാണ് മഴയും അതിശക്തമായ കാറ്റും വിതച്ചത്. ഇപ്പോൾ പ്രദേശത്തെ പല കടകളിലേക്കും വെള്ളം കയറിയതോടെ കടകൾ തുറക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി നിറച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ എല്ലാം തകിടമറിക്കുകയാണ്. കച്ചവടത്തെ പൂർണ്ണമായും തകിടമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. കണ്ണൂരിൽ ശക്തമായ കാറ്റും വീശിയടിക്കുന്നതോടുകൂടി തന്നെ പുറത്തേക്കിറങ്ങാൻ പോലും ജനങ്ങൾ ഭയപ്പെടുകയാണ്. പലയിടത്തും വെള്ളക്കെട്ടാണ്. കണ്ണൂർ ടൗൺ, തളിപ്പറമ്പ് മേഖലകളിൽ തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. മലയോര മേഖലയിലാണ് വലിയ ദുരിതം മഴ കാരണം ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും രാത്രികാലങ്ങളിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മ്യാൻമാറിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. സെപ്റ്റംബർ 3 മുതൽ 5 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടും ചില ജില്ലകൾക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3/9/2025 തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 4/9/2025 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും 5/9/2025 കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കണ്ണൂരിൽ മലയോര മേഖലയ്ക്ക് മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും മലയോര മേഖലകളിൽ അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഭീതി വിതയ്ക്കുന്നുണ്ട്. ഈ മേഖലകൾക്കെല്ലാം തന്നെ ശക്തമായ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രതിസന്ധി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ 4 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ 3/9/2025 രാത്രി 8:30 വരെ 1.5 മുതൽ 1.7 മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. അതേസമയം വടക്കൻ കേരള തീരത്ത് 3/9/2025, 4/9/2025 തീയതികളിലും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 3-ാം തീയതി മുതൽ സെപ്റ്റംബർ 4 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതുകൂടാതെ 3/9/2025 മുതൽ 4/9/2025 വരെ വടക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ മഴ അതിശക്തമാകുകയാണ്. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ മഴക്കെടുതി മൂലം ജനജീവിതം താറുമാറായിട്ടുണ്ട്. യമുന നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഗാസിയാബാദിലും നോയിഡയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട സൂചികയ്ക്കും മുകളിലാണ് യമുന നദി ഒഴുകുന്നത്. നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. പ്രദേശത്തുള്ള ആളുകളെയെല്ലാം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 5000-ഓളം പേരെയാണ് ഇത്തരത്തിൽ ടെന്റുകളിലേക്ക് മാറ്റിയത്. യമുന നദീതീരങ്ങളിൽ നിലവിൽ പ്രളയഭീതി നിലനിൽക്കുന്നുണ്ട്. ഹരിയാനയിൽ അണക്കെട്ടുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഡൽഹിയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. നിരവധി കുടിലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമായി.
നിലവിൽ ഡൽഹിയിൽ മഴ പെയ്യുന്നില്ല. പക്ഷേ യമുന നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹി നഗരത്തിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ 3 നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 1988 ശേഷമുള്ള ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് പഞ്ചാബ് കടന്നുപോകുന്നത്. 2.5 ലക്ഷത്തോളം പേരെ പ്രളയം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ജമ്മുവിലും ഹിമാചൽ പ്രദേശിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വലിയ ദുരിതത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതുമുള്ളത്. മഴ അതിശക്തമാകുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.